auspicious occasion. Without further ado, let me welcome our chief guest, Dr. Bashir Ahmed Purani, to this occasion of celebration on behalf of our Barnes family. Welcome, sir. 4 പതിറ്റാണ്ടുകാലത്തോളം ഖിസ്സ പാട്ടുകൾ പാടിപ്പറഞ്ഞ് ഇസ്ലാമിക ചരിത്രാവതരണ രംഗത്തെ കുലപതിയായി അനുവാചകരുടെ മനം കവർന്ന മർഹൂം മുള്ളൂർക്കര CV ഹംസ മൗലവിയുടെ ഇളയപുത്രൻ. ബാല്യത്തിലെ മാപ്പിളപ്പാട്ട് ആലാപനത്തിൽ ജനശ്രദ്ധ നേടി. സ്കൂൾ കലോത്സവങ്ങളിൽ നിരന്തരം ജേതാവായി. 1995 വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ തന്റെ 18ാമത്തെ വയസ്സിൽ ക്ലാസിക്കൽ മാപ്പിളപ്പാട്ടുകളായ ഖിസ്സ പാട്ടുകൾ ആഖ്യാനം ചെയ്ത് ചരിത്രാവതാരകനായി റെക്കോർഡിട്ടു. ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നേയില്ല. ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചത് ഈദ് മുബാറക് എന്ന ഒരു സ്നേഹത്തിന്റെ സിംബലോടുകൂടെ ഒരു ബാനർ വേദിയിൽ വെച്ചിട്ടുണ്ട്. ഈദ് മുബാറക് സാധാരണഗതി ഇസ്ലാം മത വിശ്വാസികളുടെ ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും പരസ്പരം ആശംസ വാക്കുകളായി പറയുന്ന വാചകമാണ്. ആഘോഷങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആഘോഷങ്ങൾ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് വെറുതെ കൈവക്കും. ആഘോഷങ്ങൾ ഇഷ്ടമില്ലാത്തവർ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി, പുറകിലാരും കൈവക്കില്ല. എന്നാൽ ഞാൻ തിരിച്ചു ഒന്നുകൂടെ ചോദിക്കാം, ആഘോഷങ്ങൾ ഇഷ്ടമുള്ളവരൊന്നും നോക്കില്ല. ഏത് തരത്തിലുള്ള ആഘോഷമാണെങ്കിലും ആഘോഷം വളരെ സന്തോഷം. നമുക്കെല്ലാം ആഘോഷങ്ങൾ ഇഷ്ടമാണ്. ആഘോഷങ്ങൾ എന്തിനാണ്? സത്യത്തിൽ നമ്മളെല്ലാം ആഘോഷിക്കാറുണ്ട്. എനിക്ക് ഞാൻ 17 വർഷത്തോളം അധ്യാപകനായിരുന്നു. ഇപ്പോഴും അധ്യാപന ജോലി ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ബിസിനസ്സിലായതുകൊണ്ട് അധ്യാപകത്തിൽ ഇല്ലാതെ. അതുകൊണ്ട് കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കാനാണ് എനിക്കിഷ്ടം. മറ്റേത് വേദികളെക്കാൾ കുട്ടികളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. എന്തിനാണ് ആഘോഷങ്ങൾ? നമുക്കൊക്കെ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ഇസ്ലാം മത വിശ്വാസികളുടെ ബലിപെരുന്നാളാണ്, അല്ലെങ്കിൽ വലിയ പെരുന്നാളാണ് മറ്റന്നാളുള്ളത്. നമുക്ക് കേരളീയ പശ്ചാത്തലത്തിൽ നമുക്ക് ഓണമുണ്ട്, ക്രിസ്തുമസ് ഉണ്ട്, വിഷു ഉണ്ട്, ഈസ്റ്റർ ഉണ്ട്. അങ്ങനെ ധാരാളം ആഘോഷങ്ങൾ നമുക്കുണ്ട്. ഈ ആഘോഷങ്ങൾ എന്തിനാവണം എന്നുള്ളതാണ്. വലിയ പെരുന്നാളിന്റെ സന്ദേശം ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണ് ഞാൻ നിങ്ങളോട് മുമ്പിൽ വന്നിട്ടുള്ളത്. ആഘോഷങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ആരാധനയാകണമെന്നാണ്. ആരാധനകളെ ആഘോഷമാക്കുകയും ആഘോഷങ്ങളെ ആരാധനയാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മഹിതമായിട്ടുള്ള സംഗതി. അപ്പോൾ ആരാധന എന്ന് പറയുമ്പോഴെന്താണ്? മുസ്ലിംകളുടേതുപോലെ 5 നേരത്തിലുള്ള പള്ളിയിലോ അല്ലാതെയോ ഉള്ള നമസ്കാരം, അമ്പലത്തിൽ പോയുള്ള നമ്മുടെ പൂജകൾ, ആരാധനാകർമ്മങ്ങൾ, ചർച്ചുകളിൽ പോയുള്ള കുർബാനയും മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയും, ഇതൊക്കെ മാത്രമാണോ ആരാധന? സത്യത്തിൽ ആരാധന എന്നതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള രൂപമായി നമ്മൾ ഇതിനൊക്കെ കാണാറുണ്ട്. പക്ഷെ ആരാധന എന്നത് അതിനേക്കാളൊക്കെ അപ്പുറത്താണ്. പ്രവാചകൻ പരിശുദ്ധ റസൂൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തപസ്സും ആരാധനയാണ്, പുഞ്ചിരി പോലും ആരാധനയാണ്. നിന്റെ സഹോദരനോട്, നിന്റെ സഹോദരിയോട്, നിന്റെ സുഹൃത്തിനോട് പുഞ്ചിരിക്കുന്നത് പോലും ആരാധനയാണ്. റസൂലേ റസൂലേ നിൻ വരവാലേ, റസൂലേ 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 നിൻ കനിവാലേ, റസൂലേ 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 നിൻ വരവാലേ, റസൂലേ റസൂലേ പാരാകെ പാടുകയായി വന്നല്ലോരത്തിന്തൂരൻ, പാരാകെ പാടുകയായി വന്നല്ലോരത്തിന്തൂരൻ, റസൂലേ നിൻ കനിവാലേ, റസൂലേ നിൻ വരവാലേ, റസൂലേ നിൻ കനിവാലേ, റസൂലേ നിൻ വരവാലേ, റസൂലേ 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 നിൻ കനിവാലേ, റസൂലേ 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 നിൻ വരവാലേ, റസൂലേ റസൂലേ ത്വാഹ 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 മുഹമ്മദ് മുസ്തഫ, ത്വാഹ മുഹമ്മദ് മുസ്തഫ, പ്രവാചക നിൻ കണ്ണിൽ ചരാചരാരക്ഷകൻ, ഒരേയൊരു മഹാ
പ്രവാചകൻ കണ്ണിൽ ചരാചരാരക്ഷകൻ ഒരേയൊരു മഹാൻ മാത്രം ആരാകെ പാടുകയായി വന്നല്ലോ നിന്നൂതൻ ആരാകെ പാടുകയായി വന്നല്ലോ ബിന്ദൂതൻ റസൂലേ നിൻകനിവാലേ റസൂലേ നിൻവരവാലേ റസൂലേ നിൻകനിവാലേ റസൂലേ നിൻവരവാലേ റസൂലേ 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 നിൻകനിവാലേ റസൂലേ 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 നിൻവരവാലേ റസൂലേ റസൂലേ ഹീരാ 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 ഗുഹായിൽ ലേഖനായി ഹീരാ ഗുഹായിൽ ലേഖനായി തപസ് നീ അറിഞ്ഞപ്പോൾ ഖുറാനും കൊണ്ടതാ ജിബ്രീൽ വന്നണഞ്ഞല്ലോ ഹീരാ 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 ഗുഹായിൽ ലേഖനായി ഹീരാ ഗുഹായിൽ ലേഖനായി തപസ് നീ അറിഞ്ഞപ്പോൾ ഖുറാനും കൊണ്ടതാ ജിബ്രീൽ വന്നണഞ്ഞല്ലോ ആരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻദൂതൻ ആരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻദൂതൻ റസൂലേ നിൻകനിവാലേ റസൂലേ നിൻവരവാലേ റസൂലേ നിൻകനിവാലേ റസൂലേ നിൻവരവാലേ റസൂലേ 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 നിൻകനിവാലേ റസൂലേ 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 നിൻവരവാലേ റസൂലേ 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 നിൻകനിവാലേ റസൂലേ 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 നിൻവരവാലേ റസൂലേ റസൂലേ. To everyone present here, respected principal ma'am, vice principal, respected teachers and non-teaching staff and my loving friends. Today we gather here to celebrate Bakrid, a festival of profound significance in the Islamic calendar. Bakrid, also known as Eid al-Adha, is a festival that commemorates the willingness of Prophet Ibrahim to sacrifice his son Ismail as an act of obedience to Allah. The story teaches us invaluable lessons about the importance of faith, sacrifice and trust in the divine will. It reminds us that true devotion requires unwavering commitment and readiness to serve for the greater purpose. As we mark this auspicious occasion, let us reflect on the essence of sacrifice in our lives. Sacrifice is not just merely about giving up something valuable. It is about prioritizing what truly matters and demonstrating our commitment to our beliefs and values. Bakrid is a time of unity and compassion where we come together as a community to share our blessings with those in need. Let us take this opportunity to strengthen the bonds of friendship and solidarity between all members of society, regardless of our differences. I would like to grasp this opportunity to extend a hand of friendship and understanding to all our neighbors and to strive to build a world based on mutual respect and acceptance. On this joyous occasion, I wish you all and your loved ones a prosperous and peaceful Bakrid.